സ്വാഗതം. സയന്ന ടാരക്കട് വൈനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ താങ്കൾക്ക് വേണ്ടി ഏഞ്ചൽസിനോട് ചോദിക്കുന്ന മണി ബ്ലോക്ക് അല്ലെങ്കിൽ അബണ്ടൻസ് വരാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ടാരോ അധ്യാപകൻ പ്രദീപ് ഹരിഹരൻ. നമുക്ക് കാർഡുകളെടുക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മണി ബ്ലോക്കിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസമാണ് നമ്മൾ മാറ്റേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, എന്ത് അബണ്ടൻസ് സിഗ്നലാണ് ഉടനെ വരാൻ സാധ്യതയുള്ളത്. ഈ 4 കാർഡുകളാണ് നമ്മൾ ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്താണ് ഇപ്പോഴത്തെ മണി ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 3 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് എന്ന് പറയുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. വളരെ ഹൃദയഭേദകമായിട്ട് അത് എല്ലാം ഇതായി എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പ്ലാനുകൾ നമുക്കുണ്ടായിരുന്നു, പക്ഷേ കാര്യങ്ങൾ നടന്നില്ല. അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടി അത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ ബാധിച്ചു. അതാണ് ഇപ്പോഴത്തെ ഒരു മണി ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിച്ച രീതിയിൽ കാര്യം നടന്നില്ല. സോഡ് എന്ന് പറയുന്നപ്പോഴും ചിന്തയുടെ കാർഡാണ്. അപ്പോൾ ഇതാണ് മണി ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. എന്ത് വിശ്വാസമാണ് നാം മാറ്റേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മജീഷ്യൻ എന്ന് പറയുന്ന കാർഡ് തലതിരിഞ്ഞാണ് വന്നിട്ടുള്ളത്. മജീഷ്യൻ എന്ന് പറയുന്ന കാർഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ്. പക്ഷേ ഇത് തലതിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മിഥ്യാധാരണകളിൽ ജീവിക്കുന്നതിനർത്ഥമാണ്. അതായത് എന്നെക്കൊണ്ട് എന്ത് സാധിക്കും, എനിക്ക് എന്ത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്ന ഒരുപാട് മിഥ്യാധാരണകളിൽ ജീവിക്കുന്ന ഒരാളാണ് മജീഷ്യൻ തലതിരിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റേണ്ട വിശ്വാസം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്ത് ഇത് ചെയ്യാനുണ്ടെങ്കിലും കഴിവില്ല എന്നല്ല പറയുന്നത്, പക്ഷേ നാം പാഠങ്ങൾ പഠിച്ചിട്ടില്ല ഇപ്പോഴും എന്നുള്ളതാണ് ഈ കാർഡ് താങ്കളോട് പറയുന്നത്. കാര്യം വെച്ചാൽ ഈ 2 കാർഡുകളും ചേർന്ന് വരുമ്പോൾ അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. ആക്ഷനായിട്ട് പറയുന്നത് നമ്മുടെ പാഷൻ, നമ്മുടെ എന്താണ് നമുക്ക് പാഷൻ, നമ്മൾ ശരിക്കും ഇഷ്ടപ്പെടുന്നത്. അതായത് ധനം കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ്, അതിനാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ താങ്കളുടെ പാഷൻ എന്താണ്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാം എന്ന രീതിയിൽ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. എന്ത് അബണ്ടൻസ് എങ്കിലാണ് ഉടനെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 2 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. 2 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് 2 അവസരങ്ങൾ മുന്നിൽ വരുന്നൊരു കാർഡാണ്. അതായത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് അടുത്ത് തന്നെ അങ്ങനെ ഒരു ചാൻസ് വരും. അതായത് ഏത് വഴി പോകണം എന്നുള്ളത് ഇത് കൃത്യമായിട്ട് തീരുമാനിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അബണ്ടൻസ് എന്താണ് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സന്ദേശങ്ങൾ. താങ്കൾക്ക് ഇത് റെസണേറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമല്ലോ. താങ്ക് യു വെരി മച്ച്. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്.